ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു. കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, അങ്കമാലി എളവൂർ ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ പ്രീതി മേരി എന്നിവരാണ് അറസ്റ്റിലായത്. ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ പരാതിയിലാണ് പോലീസിന്റെ നടപടി. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഇതിങ്ങനെ സംഭവിക്കാനുള്ള ഒരു കാരണം ഗാർഹിക ജോലികൾക്കായാണ് ഈ പെൺകുട്ടികളെ അവിടെ എത്തിച്ചത്. അവരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൂട്ടാനെത്തിയതാണ് സിസ്റ്റർമാർ എന്നാണ് അറിയുന്ന വിവരം. എന്തുകൊണ്ടാണ് ഇത് അറസ്റ്റിലേക്കൊക്കെ പോയത്? ഇങ്ങനെ ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനം എന്താണ്? വെരി ഗുഡ് മോർണിംഗ് സ്മിത, ഉന്മേഷ്. ഇത് സംഭവിച്ചിരിക്കുന്നത് ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ്. ഈ പെൺകുട്ടികൾ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുകയായിരുന്നു സിസ്റ്റർമാരെ. അതിനിടെ TTE എത്തി ഇവരുടെ ടിക്കറ്റ് പരിശോധിക്കുകയായിരുന്നു. എന്നാൽ ഇവരുടെ കൈവശം പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഇവരോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ തങ്ങളെ കൂട്ടാനായി സിസ്റ്റർമാർ എത്തുന്നുണ്ട് എന്ന് അറിയിക്കുകയായിരുന്നു. എന്നാൽ അത് ഈ TTE വിശ്വാസത്തിലെടുത്തില്ല എന്നും ഈ TTE ആണ് പ്രാദേശിക ബജ്രംഗ് ദൾ പ്രവർത്തകരെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് എന്നുമാണ് ലഭ്യമാകുന്ന വിവരം. ഈ എത്തിയതിനെ തുടർന്ന് ബജ്രംഗ് ദൾ പ്രവർത്തകർ ഇതിൽ മനുഷ്യക്കടത്തുണ്ട് എന്നും ഇവരെ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാക്കാൻ കൊണ്ടുപോവുകയാണ് എന്നും ആരോപിച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ഈ 3 കന്യാസ്ത്രീകളെയും തടഞ്ഞു വെക്കുകയുമായിരുന്നു. ഇതിൽ 2 കന്യാസ്ത്രീകളും അവരോടൊപ്പം ഒരു സഹായിയുമാണ് ഉണ്ടായിരുന്നത്. ഇവർ 2 പേരും മലയാളികളാണ്. കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, എളവൂർ ഇടവക സിസ്റ്റർ പ്രീതി മേരി എന്നിവരാണ്. ഇവരോടൊപ്പം ഒരു സഹായിയും ഉണ്ടായിരുന്നു. ഈ 3 പേരെയും ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ തടഞ്ഞു വെക്കുകയും തുടർന്ന് ഇവർ ഈ കുട്ടികളുടെ 3 പെൺകുട്ടികളുടെയും സ്വന്തം സമ്മതപ്രകാരമാണ് വന്നത് എന്നും ഒരു ആശുപത്രിയിലെ ജോലിക്കാണ് ഇവർ വന്നത് എന്നും ഇവരുടെ മാതാപിതാക്കളിൽ നിന്നുള്ള ആധാർ കാർഡുകളും സമ്മതപത്രം അടക്കമുള്ള രേഖകൾ ഉണ്ടായിരുന്നു ഇവരുടെ കൈവശം. അത് ഈ ബജ്രംഗ് ദൾ പ്രവർത്തകരെയും അവിടെ എത്തിയ റെയിൽവേ പോലീസിനെയും കാണിക്കുകയും ചെയ്തു. എന്നാൽ അത് വിശ്വാസത്തിലെടുക്കാൻ ഇവർ തയ്യാറായില്ല എന്നും തുടർന്ന് ഇവരെ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ നിർബന്ധത്തിന് വഴങ്ങി ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നുമാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒപ്പമുണ്ടായിരുന്ന 3 പെൺകുട്ടികളെയും വനിതാ ക്ഷേമ സമിതിയുടെ സംരക്ഷണയിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. ഈ വിഷയത്തിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ സിസ്റ്റർമാർ വിവിധ ആളുകളെ, നേതാക്കൾ അടക്കമുള്ളവരെ ഇതിനകം തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. തുടർച്ചയായി തന്നെ ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സ്വമേധയാ ജോലിക്ക് എത്തുന്നവരെ അടക്കം തടയുകയും ഇവരെ ജോലിക്കായി കൊണ്ടുപോകുന്നവർക്കെതിരെ കേസെടുക്കുകയും ചെയ്ത സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു എന്നും വിഷയത്തിൽ ഇടപെട്ട് ഒരു ശാശ്വത പരിഹാരം വേണമെന്നുമുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. സ്മിത, ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.